നമസ്കാരം, സുജാസ് കിച്ചൻ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വെള്ളക്കടല കൊണ്ടൊരു വടയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്നൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളക്കടലയാണ്. 250 ഗ്രാം കടലയുണ്ട്. ഇത് ഓവർനൈറ്റ് കുതിർത്തെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ കുതിർത്തിട്ട് വൈകുന്നേരം എടുക്കുക. ഇതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കടല മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് നമുക്ക് 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉണ്ട രീതിയിലുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നീളം പച്ചമുളക് എടുത്താലും മതിയാകും. അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് തരിതരിപ്പോട് കൂടി വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മളിത് തരിതരിപ്പോട് കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് വേണ്ടുന്നത് ഒരു സവാള ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മല്ലിച്ചെപ്പാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയാണ്. അത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ചളവ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. സാമ്പാർ കായമാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. സവാളയും മല്ലിച്ചെപ്പും കറിവേപ്പിലയും പെരിഞ്ചീരകവും പൊടിച്ചതും എല്ലാം നല്ലതുപോലെ എല്ലായിടും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. നമുക്കിതിൽ നിന്നും കുറച്ച് ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമുക്ക് വടയുടെ ഷേപ്പിലാക്കി എടുക്കാം. ഇതുപോലെ നമുക്കും എല്ലാം ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം തന്നെ വടയുടെ ഷേപ്പിൽ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വടയെല്ലാം അതിലോട്ട് ചേർത്ത് കൊടുക്കാം. മീഡിയത്തിനും ലോയ്ക്കും ഉള്ള ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ കളർ മാറി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് തീ കൂട്ടി വെച്ച് ഫ്രൈ ചെയ്യരുത്, കാരണം ഉള്ളുവശം ഒന്നും വേവത്തില്ല. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് തന്നെ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ വടയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. കോരി മാറ്റിയെടുക്കാം.
ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ചായക്കൊപ്പം കൊടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ്. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടലവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കടലയൊക്കെ വെച്ച് കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരാം. അതുവരെ ബൈ.